Hello everyone, welcome to iGENHut Flavours segment. Cake ഇഷ്ടമാണോ? Red Velvet Cake ആയാലോ? iGENHutന്റെ ഇന്നത്തെ ഫ്ലേവർ സ്പെഷ്യൽ ഗസ്റ്റ് എപ്പിസോഡിൽ സ്പെഷ്യൽ ഗസ്റ്റായി എത്തുന്നത് തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപിക ജിൽജി ജേക്കബ് ആണ്. ജിൽജി ടീച്ചർ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഒരുപാട് കേക്ക് പരീക്ഷണങ്ങൾ നടത്തി അതിൽ വൻ വിജയമായിട്ടുള്ളത് റെഡ് വെൽവെറ്റ് കേക്ക് ആണ്. ഇന്ന് ടീച്ചറിന്റെ റെഡ് വെൽവെറ്റ് കേക്കിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ഹായ് എവരിവൺ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലൻ റെഡ് വെൽവെറ്റ് കേക്ക് ആണ്. ഇതിൽ നമ്മൾ എഗ്ഗോ ബട്ടറോ ഒന്നും ചേർക്കുന്നില്ല. എന്നാലും ഇതിന്റെ ടേസ്റ്റിനോ സോഫ്റ്റ്നെസ്സിനോ യാതൊരു കുറവും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 150 ഗ്രാം ഓൾ പർപ്പസ് ഫ്ലവർ, 200 ഗ്രാം പൊടിക്കാത്ത പഞ്ചസാര, 1 കപ്പ് ബട്ടർ മിൽക്ക്, 1/2 കപ്പ് വെജിറ്റബിൾ ഓയിൽ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ വിനെഗർ, 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് റെഡ് ഫുഡ് കളർ. ഇതൊക്കെയാണ് നമുക്ക് ഈ കേക്കിന് വേണ്ടത്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയ ഓൾ പർപ്പസ് ഫ്ലവർ, കൊക്കോ പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് ഇതെല്ലാം നന്നായിട്ട് അരിച്ചെടുക്കാം. നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ബട്ടർ മിൽക്ക് ആഡ് ചെയ്യാം. വെജിറ്റബിൾ ഓയിൽ ചേർക്കാം. വാനില എസൻസ് ആഡ് ചെയ്യാം. വിനെഗർ ചേർക്കാം. ആവശ്യത്തിന് ഫുഡ് കളർ ചേർത്ത് കൊടുക്കാം. നമുക്കെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. നമ്മൾ ഓവർ മിക്സ് ചെയ്യരുത്, സാവകാശം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് 8 ഇഞ്ചിന്റെ ഒരു ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സാവകാശം ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓവൻ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് ഓവനിലേക്ക് മാറ്റാം.
ഇതൊരു 35 മിനിറ്റ്സ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. നമ്മുടെ അടിപൊളി കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ് ഈ കേക്ക്. റെഡ് വെൽവെറ്റ് കേക്ക് ഐസിങ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു. So, how about making a red velvet cake today? Please try it. ഇന്ന് എന്തായാലും ഉണ്ടാക്കി നോക്കണം. Do try the recipe. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കയ്യിൽ സബ്സ്ക്രൈബ് അവർ ചാനൽ. See you in the next segment with another special guest. Till then, bye-bye.